താങ്ക് യു സോ മച്ച് ഗായ്സ് ആൻഡ് അങ്ങനെ നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ആൻഡ് വി ആർ വെരി ഹാപ്പി. ഓരോ ചെറിയ മൈൽ സ്റ്റോണും നമുക്ക് വലിയൊരു സംഭവം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് നമ്മുടെ ചാനൽ കൂടുതലും പോപ്പ് കൾച്ചർ കണ്ടന്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. സൂപ്പർ ഹീറോ റിലേറ്റഡ്, ഗെയിംസ് റിലേറ്റഡ്, മൂവീസ്, ടി വി സീരീസ്, ഇംഗ്ലീഷിൽ വരുന്ന കുറേ സംഭവങ്ങളെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇൻവിൻസിബിൾ എന്നൊരു സീരീസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതായത് ആരാണ് ഇൻവിൻസിബിൾ എന്നുള്ളതും അതുപോലെ ഈ ഒരു സീരീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ. അപ്പോൾ ഇതിന്റെ ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ കാർഡ്സ് ആയിട്ട് മുകളിൽ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ സ്പെസിഫിക് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഇൻവിൻസിബിൾ 3നെ പറ്റിയിട്ടാണ്. ഈ ഒരു സീരീസ് കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നേരെ കടക്കാം. വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് ഇൻവിൻസിബിൾ സീസൺ 3. ഇപ്പോൾ നമുക്ക് ഈ സീസൺ 3നെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് സീസൺ 2നെ പറ്റിയിട്ട് ഒരു ചെറിയ റീക്യാപ്പ് നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. എന്തൊക്കെയാണ് ആ ഒരു സീസണിൽ നടന്നിട്ടുള്ളതെന്ന്. സീസൺ 2ൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒമ്നിമാൻ ഉണ്ട് ഇപ്പോഴും. പുള്ളിക്കാരൻ വേറൊരു പ്ലാനറ്റിൽ പോയിട്ട് അവിടെ ഒരു ബഗ് ലൈക്ക് ക്രീച്ചറിനെ കല്യാണം കഴിച്ച് അതിലൊരു മകനുമുണ്ടെന്ന് നമ്മൾ അറിയും. ഇത് ഇൻവിൻസിബിളും ആ ഒരു പ്ലാനറ്റിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് വിൽട്രുമൈറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഒമിനിമാനെ നടുവൊക്കെ ഒടിച്ച് ഒരു അവസ്ഥയിലാക്കിയിട്ട് ഈ പുള്ളിക്കാരനെ പ്രിസണർ ആയിട്ട് വിൽട്രുമൈറ്റ്സ് കൊണ്ടുപോകും. ഇത് ഇൻവിൻസിബിളിനെ സ്റ്റാബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുത്തേറ്റിട്ട് പുള്ളിക്കാരൻ മരിക്കൊന്നുമില്ല. പക്ഷെ തിരിച്ച് എർത്തിലേക്ക് പോകുമ്പോൾ കൂടെ ആ സ്റ്റെപ്പ് ബ്രദറിനെയും കൊണ്ടുപോകും. അതുപോലെ തന്നെ മാർക്കും പുള്ളിക്കാരന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആവും. ആ ഒരു സംഭവം സീസൺ 2ൽ നടക്കും. ഇതിന്റെ ഇടയിൽ ഒരു ടീമിനെ തോൽപ്പിക്കാനായിട്ട് ചെറിയൊരു ടീം പോകുന്നതാണ്. അത് അവിടെ വെച്ചിട്ട് നമ്മുടെ റെക്സ് ആ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിന്റെ കൈ കടിച്ചെടുക്കുകയും പുള്ളിക്കാരന്റെ തലയിൽ വെടി ഒക്കെ കിട്ടും. പക്ഷേ പുള്ളിക്കാരൻ സർവൈവ് ചെയ്യും, മരിക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു ക്യാരക്ടർ ഇതിൽ മരിക്കുന്നത് കാണിക്കുന്നുണ്ട് സീസൺ 2ല്. പിന്നെ ഷ്രിങ്കിങ് റേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറും ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഒമ്നി മാനും ആലൻ ദ ഏലിയനും ഒരുമിച്ച് കണ്ടുമുട്ടുന്നതാണ്. ഇവര് ആ ഒരു പ്രിസണിൽ ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് ഒരു ടീം അപ്പ് പോലെ. പിന്നെ ഇതിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞ മെയിൻ ഹീറോ ക്യാരക്ടർ ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടൊരു വില്ലനെ ഏറ്റുമുട്ടി പുള്ളിക്കാരനെ കൊല്ലാണ് ചെയ്യുന്നത് വേറൊരു യൂണിവേഴ്സിൽ വെച്ചിട്ട്. അങ്ങനെ ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് തിരിച്ച് പുള്ളിക്കാരന്റെ എർത്തിലേക്ക് അതായത് ആ ഒരു ടൈം ലൈനിലേക്ക് വീണ്ടും തിരിച്ച് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ഫ്യൂച്ചറിലുള്ള ഗാർഡിയൻസ് ഓഫ് ദി ഗ്ലോബ്. ഫ്യൂച്ചറിലുള്ള ഗാർഡിയൻസ് ഓഫ് ദി ഗ്ലോബിൽ അവിടെ അതില് ഈവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇൻവിൻസിബിളിന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുകയും ചെയ്യും. അതായത് പുള്ളിക്കാരിക്ക് മാർക്കിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ഇത്രയുമാണ് സീസൺ 2ൽ നടന്നത്. ഇനി സീസൺ 3ലേക്ക് വരുമ്പോൾ നമുക്ക് മാർക്കിനെ കാണുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങും ഭയങ്കര എജൈലും, അതായത് പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്യുകയാണ് ഭയങ്കര പവർഫുൾ ആവാനായിട്ട്. അത് കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ. പിന്നെ ഇതില് മാർക്ക്, അതായത് ഇൻവിൻസിബിളും സെസിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ് ആണ്. ഇവരുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് ബ്രേക്ക് ആയി പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സെസിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ റീആനിം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് ഈ ആൾക്കാരുകളൊക്കെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു മ്യൂട്ടന്റ്, ഒരു സൈബോർഗ് റോബോട്ട് പോലത്തെ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഈ ഒരു കാരണം കൊണ്ട് മാർക്ക് ആ ഗാർഡിയൻസ് ഓഫ് ദി ഗ്ലോബ് എന്ന് പറഞ്ഞ ആ ടീം വിടുകയാണ്. അതുപോലെ തന്നെ വേറൊരു സ്യൂട്ടിലാണ് നമുക്ക് ഇൻവിൻസിബിളിനെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്യാരക്ടർ ഒമിനിമാന്റെ മകനാണ്. അതായത് മറ്റേ ആ ബഗിന്റെ പ്ലാനറ്റിൽ നിന്ന് ബഗ് വൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മകൻ മാർക്കിന്റെ സ്റ്റെപ്പ് ബ്രദർ കിഡ് ഒമിനിമാന്റെ ഒരു സ്യൂട്ട് പോലെ ഇദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ മോളർ ട്വിൻസിനെ ഫൈറ്റ് ചെയ്യുന്ന ചെറിയ കുറച്ച് ക്ലിപ്പിംഗ്സും കാണിക്കുന്നുണ്ട്. പിന്നെ കാണാൻ പോകുന്ന ഒരു ക്യാരക്ടർ ഡ്യൂപ്ലിക്കേറ്റ് ട്വിൻ ബ്രദർ ആണ്. ഏകദേശം സെയിം പവേഴ്സ് തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുക്കുന്നത് സിമു ലു ആണ്. ഈ ഒരു ആക്ടറിനെ നമുക്ക് ഫേമസ് ആയിട്ട് അറിയുന്നത് MCUവിലത്തെ മാർവലത്തെ ഷാങ്-ചി ആയിട്ടാണ്. പിന്നെ ഒരു ക്യാരക്ടർ നമ്മൾ സീസൺ 3ൽ കാണാൻ പോകുന്നത് പവർ ഫ്ലെക്സ് ആണ്. ഈ ഒരു ക്യാരക്ടറിനും വോയിസ് കൊടുക്കുന്നത് ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിലത്തെ ആരൺ പോൾ ആണ്. അതുപോലെ തന്നെ കാണിക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് ബാറ്റിൽ ബീസ്റ്റ്. ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴത്തെ സീസണിൽ കാണിച്ചിട്ടുള്ള എന്റെ ദൈവം ഒരു രക്ഷയില്ല. കാരണം ഭയങ്കര പവർഫുൾ ആണ്. ഇൻവിൻസിബിളിനെ അടിച്ച് പഞ്ഞിക്കിട്ട ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ അപ്പോൾ സീസൺ 3ൽ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും പറയാനൊന്നുമില്ല.
സീസൺ 3 കുറച്ചും കൂടി ബ്ലഡ് ഷെഡും നല്ല വയലൻസും അതുപോലെ തന്നെ ഇഷ്ടം പോലെ വില്ലൻസ് ഒക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓരോ സീസൺ തോറും നമുക്ക് അതിന്റെ എന്താ പറയുക ഇന്റൻസിറ്റി എന്തായാലും കൂടും. സോ എന്തായാലും ഫെബ്രുവരി 6-ാം തീയതിയാണ് ഇൻവിൻസിബിൾ സീസൺ 3ന്റെ ഫസ്റ്റ് എപ്പിസോഡ് വരുന്നത്. വെരി എക്സൈറ്റഡ്. സോ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇൻവിൻസിബിളിനെ പറ്റിയിട്ട് ഇത്രയുമാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, സൂപ്പർ ഹീറോ കണ്ടന്റ്സ് ഇഷ്ടമുള്ളവർക്ക്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഗൈസ്.